വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ നേസൽ ബ്ലോക്കേജ് എങ്ങനെ ക്ലിയർ ചെയ്യാം ഈസിലി വിത്ത് ഫ്യൂ മെത്തേഡ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. സ്റ്റീമിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഐദർ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ട്രാക്ട്സ് ഉപയോഗിച്ചിട്ട് എസെൻഷ്യൽ ഓയിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാം. ദാറ്റ് ഇസ് ലൈക്ക് പെപ്പർമെന്റ് എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം. നമുക്ക് വേദ ഓയിൽസ്, ഓർഗാനിക്സ്, മന്ത്രയുടെ ഒക്കെ നല്ല ബ്രാൻഡാണ്. പെപ്പർമെന്റ് എസെൻഷ്യൽ ഓയിൽ വെച്ച് സ്റ്റീം ചെയ്യാം. അല്ലെങ്കിൽ TC ക്യാപ്സ്യൂൾസ് നമുക്ക് ലോക്കൽ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോഴ്സിൽ നിന്ന് കിട്ടും. അത് വാങ്ങി ചെറിയ ക്യാപ്സ്യൂൾ ആണ്. അത് പൊട്ടിച്ച് 2-3 ഡ്രോപ്സ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് സ്റ്റീം എടുത്താൽ മതി. ഇറ്റ്സ് വെരി ഈസി ടു ഡു. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഫേഷ്യൽ മസാജ് ആണ്. നമ്മൾ ഈ പെപ്പർമെന്റ് എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫേഷ്യൽ മസാജ് ചെയ്യുക. ഔട്ട്വേർഡ് ഡൗൺവേർഡ് ആയിട്ടുള്ള മസാജ് ചെയ്യുമ്പോൾ മ്യൂക്കസ് ക്ലിയറൻസ് എളുപ്പത്തിലാവും. അതേസമയം എയർവേ ബ്ലോക്കേജസ് മാറും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹോട്ട് ഫെർമെന്റേഷൻ ആണ്. നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു തുണി മുക്കി പിഴിഞ്ഞിട്ട് ആ തുണി ഉപയോഗിച്ചിട്ട് ആ ചൂടുള്ള തുണി ഉപയോഗിച്ചിട്ട് മുഖത്ത് ഇങ്ങനെ സ്റ്റീം എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വെരി ഗുഡ് മെത്തേഡാണ്. സ്റ്റീമിംഗ് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ഈ ഹോട്ട് ഫെർമെന്റേഷൻ ചെയ്യുമ്പോഴാണ്. ചൂടുവെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞ് ചൂട് പിടിക്കുമ്പോൾ അത് ഡയറക്റ്റ്ലി നമ്മുടെ സ്കിന്നിൽ ചൂട് കൊണ്ടുവരുന്ന കാരണം തന്നെ പെട്ടെന്ന് കഞ്ചഷൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ മെത്തേഡാണ് ജിഞ്ചർ പെപ്പർമെന്റ് ടീ. ഒരു ചെറിയ കഷ്ണം ജിഞ്ചറും കുറച്ച് പെപ്പർമെന്റ് ഡ്രൈ ലീവ്സ് എടുക്കുക. ക്രഷ് ചെയ്തിട്ട് നമ്മൾ തിളക്കുന്ന വെള്ളത്തിലിടുക. 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സ്ട്രെയിൻ ചെയ്ത് കുടിക്കുക. ഒരു ദിവസം 3-4 വട്ടം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് കഞ്ചഷൻ ആവട്ടെ, നമ്മുടെ ചില ആൾക്കാർക്ക് ബ്ലോട്ടിംഗ് അസിഡിറ്റി ഉള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം ഇൻസ്റ്റന്റ് ആയിട്ട് റിലീഫ് വരുന്ന ഒരു സ്റ്റെപ്പാണിത്. ഈ 3-4 സ്റ്റെപ്പ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ. ഏതിൽ കഞ്ചഷൻ, കഫ്, കോൾഡ്, ചെസ്റ്റ് കഞ്ചഷൻ ഒക്കെ അത് വളരെയധികം നല്ലതാണ്. നമ്മുടെ മ്യൂക്കസ് ഡ്രെയിനേജ് ആയാൽ തന്നെ നമ്മുടെ എയർവേ ഓപ്പൺ അപ്പ് ആവും. കൂടുതലായിട്ട് നല്ലപോലെ ബ്രീത് ചെയ്യാൻ പറ്റും. സോ ട്രൈ ഓൾ ദീസ് മെത്തേഡ്സ് ആൻഡ് ഡു ലെറ്റ് മീ നോ.